ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കാലിഗ്രാഫി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ബ്രഷ് കാലിഗ്രാഫിയാണ്. ഇത് ചെയ്യാനായിട്ട് ബ്രഷ് പെൻസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഡോംസിൻ്റെ ബ്രഷ് പെൻസാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏത് ബ്രഷ് പെൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ലാതെ ഇതുപോലത്തെ പെയിൻറ്റ് ബ്രഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും ചെയ്യാൻ. കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് പെൻസ് കൂടാതെ ഈ ബ്രഷും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ബ്രഷ് പെൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. നമ്മുടെ സാധാരണ ബ്രഷിൻ്റെ കൂട്ട് തന്നെ ഫ്ലെക്സിബിളായിട്ടുള്ള ടിപ്പാണ് ഇതിൻ്റെതും. നമ്മൾ ഇതിലോട്ട് കൊടുക്കുന്ന പ്രഷർ അനുസരിച്ചിട്ടാണ് ഈ ബ്രഷ് പെൻസൊക്കെ വർക്കാവുന്നത്. നമ്മൾ ലൈറ്റായിട്ടുള്ള പ്രഷറാണ് കൊടുക്കുന്നതെങ്കിൽ തിന്നായിട്ടുള്ള ലൈനായിരിക്കും വരുന്നത്. അതല്ല കുറച്ച് പ്രഷർ കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിക്കർ ലൈൻസ് ആയിരിക്കും വരുന്നത്. ഇനി കാലിഗ്രാഫിയിൽ മെയിനായിട്ടുള്ള 2 സ്ട്രോക്സിനെ കുറിച്ച് പറയാം. അപ്പ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്കും. അപ്പ് സ്ട്രോക്ക് എപ്പോഴും തിന്നും, ഡൗൺ സ്ട്രോക്ക് എപ്പോഴും തിക്കും ആയിരിക്കും. ഈ അപ്പ് സ്ട്രോക്ക് ഡൗൺ സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന സമയത്ത് പെന്ന് മുകളിലോട്ട് പോകുന്ന ലൈനിനെ അപ്പ് സ്ട്രോക്ക് എന്നും താഴോട്ട് വരുന്ന ലൈനിനെ ഡൗൺ സ്ട്രോക്ക് എന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് കാലിഗ്രാഫിയിലെ ബാക്കിയുള്ള സ്ട്രോക്സും കൂടി ഒന്ന് നോക്കാം. കാലിഗ്രാഫിയിൽ മൊത്തം 8 ബേസിക് സ്ട്രോക്സ് ആണ് വരുന്നത്. അപ്പ് സ്ട്രോക്ക്, ഡൗൺ സ്ട്രോക്ക്, ഓവർ ടേൺ, അണ്ടർ ടേൺ, കോമ്പൗണ്ട് കർവ്, ഓവൽ, അസെൻഡിങ് ലൂപ്പ്, ഡിസെൻഡിങ് ലൂപ്പ്. ഇങ്ങനെ 8 എണ്ണമാണ് കാലിഗ്രാഫിയിലെ ബേസിക് സ്ട്രോക്സ്. നമ്മൾ കാലിഗ്രാഫി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇതാണ്. ഇത് വെച്ചിട്ടാണ് കാലിഗ്രാഫിയിൽ ഓരോ ലെറ്റേഴ്സും ഫോമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് സ്ട്രോക്സിൽ നിന്ന് എങ്ങനെയാണ് ലെറ്റേഴ്സ് ഫോം ആവുന്നതെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ബേസിക് സ്ട്രോക്സ് കുറച്ചുകൂടി എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വേവി ലൈൻസ് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര പ്രഷർ കൊടുക്കുമ്പോഴാണ് ഡൗൺ സ്ട്രോക്ക് തിക്കും, എത്ര പ്രഷർ കൊടുക്കുമ്പോഴാണ് അപ്പ് സ്ട്രോക്ക് തിന്നുമായിട്ട് വരുന്നതെന്ന് ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ. കുറച്ചുകൂടെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാലിഗ്രാഫിയെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ. താങ്ക്